മറ്റു വാർത്തകളിലേക്ക് പോകാം. സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിൽ തടസ്സം. ഇതോടെ 1-ാം തീയതി ശമ്പളം കിട്ടേണ്ട 1,00,000 സർക്കാർ ജീവനക്കാർക്കാണ് ശമ്പളം മുടങ്ങിയത്. ട്രഷറി അക്കൗണ്ടിലൂടെയാണ് സാങ്കേതിക തടസ്സമെന്ന വിശദീകരണവുമായി ട്രഷറി ഡയറക്ടറേറ്റ്. ഇന്ന് തന്നെ പ്രശ്നം പരിഹരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുന്നു. സാങ്കേതിക തടസ്സം എന്ന് വിശദീകരണം. ഇത് സാങ്കേതിക തടസ്സമാണോ, മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? സിജി, 1-ാം തീയതി തന്നെ ശമ്പളം കിട്ടേണ്ട 1,00,000 സർക്കാർ ജീവനക്കാർക്കാണ് ഇന്നലെ ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പെൻഷൻകാർക്കും പണം കിട്ടിയിട്ടില്ല. ട്രഷറിയിൽ നിന്ന് ലഭിക്കുന്ന ഔദ്യോഗിക മറുപടി എന്ന് പറയുന്നത് ട്രഷറിയിൽ സാങ്കേതിക തടസ്സം ഉണ്ടായി, അതുകൊണ്ടാണ് ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നൊരു മറുപടിയാണ് ട്രഷറി ഡയറക്ടറേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ സാങ്കേതിക തടസ്സം മാറിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഉടനടി നൽകുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നൊരു അറിയിപ്പും ഡയറക്ടറേറ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതേ സാഹചര്യം മറ്റ് ജീവനക്കാരും അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകളും ഒക്കെ മറ്റൊരു കാര്യത്തിൽ ഈ ഒരു നടന്ന സംഭവത്തെ വിമർശിക്കുന്നുണ്ട്. അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് കേന്ദ്രത്തിൽ നിന്നും 4,000 കോടി രൂപ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അതുവരെ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിംഗിലായിരുന്നു. ഈ പണം അക്കൗണ്ടിൽ നിക്ഷേപിച്ച ഉടനെ തന്നെ പണം പിൻവലിക്കുന്ന സാഹചര്യം വീണ്ടും ഉണ്ടാകുകയാണെങ്കിൽ ട്രഷറി വീണ്ടും ഓവർ ഡ്രാഫ്റ്റിംഗിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് കണക്കിലാക്കി മനഃപൂർവ്വം ജീവനക്കാർക്ക് ശമ്പളം നൽകാതിരുന്നത് എന്നൊരു ആരോപണം ഇത്തരത്തിൽ ജീവനക്കാരിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. ഈ പണം ആദ്യം ട്രഷറിയിലെ ETSB അക്കൗണ്ടിലാണ് നിക്ഷേപിക്കുന്നത്. തുടർന്ന് അവിടെ നിന്നാണ് ബാങ്കുകളിലേക്ക് പണം മാറ്റുക. എന്നാൽ ഇന്നലെ ഈ ETSBയിലേക്ക് പണം എത്തിയിരുന്നെങ്കിലും ബാങ്കുകളിലേക്ക് മാറ്റുവാൻ സാധിച്ചിരുന്നില്ല. ജീവനക്കാരിൽ പലരും ETSBയിൽ നിന്ന് തന്നെ ഓൺലൈനായിട്ട് പണം ബാങ്കിലേക്ക് മാറ്റാൻ ശ്രമിച്ചിരുന്നെങ്കിലും അക്കൗണ്ട് മരവിപ്പിച്ച നിലയിലായിരുന്നു. ഇത് ട്രഷറിയിൽ ഉണ്ടായ സാങ്കേതിക തടസ്സം മൂലമാണെന്ന് തന്നെയാണ് ഡയറക്ടറേറ്റ് ഇപ്പോഴും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ തടസ്സങ്ങളൊക്കെ മാറി ഇന്ന് തന്നെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നൊരു കാര്യം ഡയറക്ടറേറ്റിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ എന്താണ് ശരിക്കും ഇന്നലെ സംഭവിച്ചത്, ട്രഷറിയിലെ സാങ്കേതിക തടസ്സം തന്നെ ആയിരുന്നോ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമാകും. സിജി, തീർച്ചയായും സാങ്കേതിക തടസ്സമുണ്ടായിരുന്നോ, മറ്റു കാരണങ്ങളുണ്ടോ എന്ന് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയുമെന്ന് സൂര്യഗായത്രി റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂര്യഗായത്രി അറിയിക്കുന്നത്, ഈ ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ മാറി ഇന്ന് തന്നെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ലഭ്യമാകും. അല്പസമയത്തിനുള്ളിൽ അതിൻ്റെ നടപടികൾ പൂർത്തിയാകും എന്ന് സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.